ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്ഥിരമായിട്ട് ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒന്ന് നമ്മുടെ ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചിട്ടും അതേപോലെ ഇവിടെ എത്തിക്കഴിഞ്ഞ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടും അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന കേസ്, അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ കേസ്. ഇത് പലർക്കും ഉള്ള സംശയമാണ്. എനിക്ക് ചെയ്ത സമയത്ത് എനിക്കും ഈ സംശയം ഉണ്ടായിരുന്നു. എത്ര കാലം ഈ പറയുന്ന ക്യാഷ് കീപ്പ് ചെയ്യണം, എത്ര കാലം ഈ ക്രെഡിറ്റ് കാർഡ് ഹോൾഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഒന്നാമത്തെ കേസ്, നിങ്ങൾക്ക് ബി എഫ് എസ് അല്ല അപ്പോയിൻമെൻ്റ് അല്ല, ഇപ്പോഴും എൻ്റെ വായിൽ വരുന്നതാണ്. ഇപ്പോൾ ഡ്രോ സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മേടിക്കാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന പരിപാടിയുള്ളൂ ഡ്രോ സിസ്റ്റത്തിൻ്റെ. അപ്പോൾ അത് ചെയ്യാൻ നോക്ക്. അതല്ല കേസ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫണ്ടിങ്ങിൻ്റെ കേസാണ്. അപ്പോൾ ഫണ്ടിങ് നടത്തി സംഭവമൊക്കെ സെറ്റ് ചെയ്ത് നിർത്തി നിങ്ങൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വിസ അടിച്ച് കിട്ടുന്ന ദിവസം വരെ ഈ പറയുന്ന ക്യാഷ് ഹോൾഡ് ചെയ്തേ പറ്റുക. അതിൽ വേറെ ഒരു സെക്കൻഡ് ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് കിട്ടി ഒരു ദിവസം പോയി ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ച് പാസ്പോർട്ട് എത്തുന്നത് വരെ എങ്കിലും ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡും അതേപോലെ തന്നെ നിങ്ങളുടെ സ്പോൺസറിൻ്റെ അക്കൗണ്ടിൽ ആ വെച്ചേക്കുന്ന ബാലൻസും ഹോൾഡ് ചെയ്യാൻ നോക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാനിവിടെ എത്തി ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന എൻ്റെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിത്ഡ്രോ ചെയ്ത് എമൗണ്ടും കാര്യങ്ങളൊക്കെ വിത്ഡ്രോ ചെയ്തത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തിരക്കില്ലായിരുന്നു. തിരക്ക് വന്നപ്പോൾ ഒക്കെ പൊട്ടിച്ചു ക്യാഷ് എടുത്തു. നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണോ അതേപോലെ ചെയ്യുക. പക്ഷേ വാട്ട് എവർ ദ കേസ്, നിങ്ങളുടെ വീട്ടിലേക്ക് ഈ പാസ്പോർട്ടിൽ വിസ അടിച്ച് കിട്ടുന്നത് വരെ ഹോൾഡ് ചെയ്തേ പറ്റൂ. അത് പലർക്കും ഉള്ള സംശയമാണ്. അതായത് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം ക്രെഡിറ്റ് കാർഡ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന്. പറ്റത്തില്ല, നിങ്ങളത് ഹോൾഡ് ചെയ്തേ പറ്റൂ ഈ പറയുന്ന വിസ അടിച്ച് കിട്ടുന്നത് വരെ എങ്കിലും. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ പലരും ചോദിക്കുന്നൊരു സംഭവമാണ് ക്രെഡിറ്റ് കാർഡ് എത്ര ലിമിറ്റിൻ്റെ വേണമെന്ന്. ഞാൻ ചെയ്തത് 6 ലക്ഷത്തിനാണ്. 6 ലക്ഷത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് 8 സംതിങ് ഇട്ടിട്ട് അതിന് അഗെയിൻസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എടുത്തു. ഇപ്പോൾ ഞാൻ കുറേ പേരോട് സംസാരിച്ചപ്പോൾ എല്ലാവരും 8 ലക്ഷമാണ് പറയുന്നത്. 8 ലക്ഷം ചെയ്യാനാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. 8 ലക്ഷമെങ്കിലും ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കുക. 8 ലക്ഷത്തിന് വേണ്ടി നിങ്ങളൊരു 10-10.25 FD ഇട്ടിട്ട് അതിന് അഗെയിൻസ്റ്റ് എടുക്കാൻ നോക്കാം. പിന്നെ ഏത് ബാങ്ക് എന്ന് ഞാൻ പറയുന്നില്ല. SBIയിൽ കിട്ടാം, HDFCയിൽ കിട്ടാം, ആക്സിസിൽ കിട്ടാം, ICICIയിൽ കിട്ടാം, ഏത് ബാങ്കിലാണെങ്കിലും കിട്ടാം. നിങ്ങളുടെ ആ ഒരു സ്ഥലത്തുള്ള എല്ലാ ബാങ്കിലും പോയി അന്വേഷിക്കുക. ആരാണോ തരുന്നത് അവർ വഴി എടുക്കാൻ നോക്കുക. പിന്നെ എത്ര വേഗം ആര് ചെയ്തു തരുന്നോ അവർ വഴി ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ പേഴ്സണലി തേർഡ് പാർട്ടി വഴി ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ അത് മാത്രമേ ഒരു സൊല്യൂഷനുള്ളൂ. പക്ഷേ ഞാൻ ഒരിക്കലും തേർഡ് പാർട്ടി റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഞാൻ കുറേ പേരോട് സംസാരിച്ചു, ഈ റിജക്ഷൻ കിട്ടി കുറേ പേരോട് സംസാരിച്ചപ്പോൾ എല്ലാവരിലും കണ്ട ഒരു സിമിലാരിറ്റിയാണ് തേർഡ് പാർട്ടി വഴിയാണ് അവർ ഫണ്ടിങ് ചെയ്തേക്കുന്നത്. അതായത് ക്രെഡിറ്റ് കാർഡിനായാലും ശരി, സ്പോൺസറിൻ്റെ അക്കൗണ്ടിലേക്കുള്ള ഫണ്ടിങ് ആയാലും ശരി. അപ്പോൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെന്നോ റിലേറ്റീവ്സിൻ്റെന്നോ എല്ലാവരുടെയും ക്യാഷ് റോൾ ചെയ്ത് ഫണ്ടിങ് ചെയ്യാൻ നോക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അങ്ങനെയാണ് ഓരോ വർഷം ഓരോ പരിപാടിയും സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും പരമാവധി നോക്കി പരമാവധി കയറി വരാൻ നോക്കാം. പിന്നെ റിജക്ഷൻ കിട്ടാൻ ഏറ്റവും കൂടുതലുള്ള സമയം, അത് എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു സെപ്റ്റംബർ പകുതി തൊട്ട് ഒക്ടോബർ പകുതി വരെയാണ്. ഞാൻ കഴിഞ്ഞൊരു 3 വർഷത്തെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ. അതായത് ഇപ്പോൾ 100 ആൾക്കാർ വെച്ചാൽ അതിനകത്തൊരു 70% ആൾക്കാർക്ക് റിജക്ഷൻ കിട്ടുന്നത് ആ സമയത്ത്. ഒരു 30-40 അത്രയാണ് മാക്സിമം ആൾക്കാർക്ക് വിസ അടിച്ച് കിട്ടുക. കാരണം ആ സമയത്ത് റഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. വേണമെങ്കിൽ BFSഉം ഇല്ല. പിന്നെ ഡ്രോ സിസ്റ്റം വഴി കിട്ടുന്നവരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ റിജക്ഷനും അതേപോലെ തന്നെ കാണും. അപ്പോൾ ഡോക്യുമെൻറ്റ്സൊക്കെ പരമാവധി നോക്കുക. എപ്പോഴൊക്കെ ഡേറ്റുകൾ വരുന്നോ അതൊക്കെ പക്കയായിട്ട് മാച്ച് ചെയ്യണം നോക്കുക. അതായത് കവറിങ് ലെറ്ററിലും അതേപോലെ തന്നെ ആ ആക്ച്വൽ സാധനം ഇപ്പോൾ ഫ്ലൈറ്റ് ഐറ്റിനറിൽ ഒരു ഡേറ്റ് ഉണ്ടാവില്ല, അതും കവറിങ് ലെറ്ററിലെ ഡേറ്റ് മാച്ച് ചെയ്യണ്ടോ നോക്കുക. അതേപോലെ ഇൻഷുറൻസിൻ്റെ കാര്യം, അതേപോലെ എല്ലാ കാര്യങ്ങളും ഡേറ്റ് എവിടെയൊക്കെ വരുന്നോ അതൊക്കെ മാച്ചിങ് ആണോ നോക്കുക. പിന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ പേരിൻ്റെ സ്പെല്ലിങ് അങ്ങനെ പറ്റാവുന്ന എല്ലാ കറക്ഷൻസും എടുത്താൽ ക്ലിയർ ആക്കാൻ നോക്കുക. ഡോക്യുമെൻറ്റ്സൊക്കെ പക്കയാൻ നോക്കുക. ഇതൊരു നമ്മളെ പറയുക നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു സംഭവത്തിൽ പെടുന്നൊരു സംഭവമാണ്. കാരണം +2 വരെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസിക് നമ്മുടെ വിവരം കൂട്ടാനും പരിപാടിയൊക്കെ ആണെങ്കിൽ +2 കഴിഞ്ഞിട്ട് വെക്കുന്ന സ്റ്റെപ്പാണ്. ഒന്നല്ലേ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ വിദേശത്തേക്കാണെങ്കിൽ ആ എടുക്കുന്ന ഒരു വലിയൊരു സ്റ്റെപ്പാണ്. അപ്പോൾ പരമാവധി ഒക്കെ നോക്കി ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ ഏജൻസി കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ഓൾറെഡി വരാനുള്ളവരൊക്കെ സെഗ്രിഗേഷൻ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പലരും പല ഏജൻസിയും ഉറപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ജോലിയുള്ള. ഓക്കെ ബൈ. ജോലികളാണ് പോയത്. ജോലിയുടെ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടി പോകുന്ന വീട് എടുക്കാൻ വന്നത്. ഇവിടെ ഇരിക്കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പരമാവധി നല്ല കോഴ്സ് എടുക്കാൻ നോക്കുക. അതാണ് ആ ഒരു കേസ്. അച്ഛൻ വിട്ടുപോയില്ല. ഓക്കെ, ആ ഒരു കേസ് പോട്ടെ. ആ ഒരു കേസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നത്തെ കേസ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ്സിൻ്റെ അത് പറഞ്ഞു. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പരമാവധി നിങ്ങൾക്ക് പറ്റും അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെ ചെയ്തവർ എനിക്കുണ്ട് പരിചയത്തിൽ. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കും വൈകിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് വെച്ച് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ TRC അപ്ലൈ ചെയ്യുമ്പോഴായാലും
TRC അപ്ലൈ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റൽ കേസിനാണെങ്കിലും ഇവിടുത്തെ ഇൻഷുറൻസ് തന്നെ വേണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് കൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റുമോ, TRC അപ്ലൈ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. പക്ഷേ അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം പോളിഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ടും. അതിലും ഭേദം ഇവിടുത്തെ ഒരു ഇൻഷുറൻസ് എടുക്കുക. അത് നിങ്ങൾക്കും ഗുണം ചെയ്യത്തേ ഉള്ളൂ, ദോഷം ചെയ്യില്ല. അപ്പോൾ ഇഷ്ടം പോലെ ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. ഏതിലൊരു നല്ലത് നോക്കി എടുക്കുക. ഞാൻ റീൽസായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ചില ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾ മേടിക്കുന്ന മരുന്നിൻ്റെ വരെ കാശ് നിങ്ങൾക്ക് അവർ അയച്ചു തരും, ബില്ല് കൊടുത്താൽ മതി. അതൊക്കെ നോക്കി നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുക. നാട്ടിൽ ഇൻഷുറൻസ് കൊണ്ട് ഇവിടെ വന്നിട്ട് അതുകൊണ്ട് ഒരു കാര്യമില്ല, അത് കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ പരമാവധി ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാൻ നോക്കി. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഫേം ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്, ഓക്കെ. അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ എങ്ങാനും ഹോസ്പിറ്റലിൽ കയറേണ്ടി വന്ന് ഇൻഷുറൻസ് എങ്ങനെ ഇല്ലാത്തൊരവസ്ഥയും കൂടി ആണെങ്കിൽ പരിപാടി ക്ലീൻ ക്ലോസ് ആണ്. അത്രയും പിഴിഞ്ഞങ്ങോട്ട് എടുക്കും. അപ്പോൾ അതാണ് ആ കേസ്. പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഡോക്യുമെൻ്റ് ഏതാണെന്നാണ്. നിങ്ങളുടെ അക്കോമഡേഷൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ പെസൽ നമ്പർ ചെയ്യാൻ നോക്കുക. പെസൽ നമ്പർ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പൊക്കോളും. ബാങ്ക് അക്കൗണ്ട് തുറക്കാനായാലും പെസൽ നമ്പർ വേണമെന്നില്ല. എന്നാലും പെസൽ നമ്പർ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും വേണം. നമ്മുടെ ആധാർ നമ്പർ ഉണ്ടല്ലോ, അതേപോലെയൊക്കെ തന്നെയാണ് പെസൽ നമ്പർ വരുന്നത്. കാരണം പലരും ചോദിച്ചു എന്താണ് ഈ പെസൽ നമ്പർ, അത് കിട്ടേണ്ടത് എങ്ങനെയാണ്, അതിന് വേണ്ട ആദ്യത്തെ ഡോക്യുമെൻ്റ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് നിങ്ങൾ ഈ പറയുന്ന അക്കോമഡേഷൻ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ലാൻഡ് അവിടുത്തെ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഞാൻ എടുത്ത് തരും ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ. അല്ല, അതിൻ്റെ ഡോക്യുമെൻറ്റ് കാര്യങ്ങൾ തരും. ഇപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി ഡോമിലായതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. ചെന്ന് ചോദിച്ചു, പിറ്റേ ദിവസം എനിക്ക് സാധനം കിട്ടി, നിങ്ങൾ നോക്കിയെടുക്കുക. പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ് അക്കോമഡേഷൻ്റെ കേസ്. അക്കോമഡേഷൻ എനിക്ക് ഏറ്റവും നന്നായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഓട്ടോഡോം നോക്കാം, OTODORM.pl, അല്ലെങ്കിൽ OLX.pl നോക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഗ്രൂപ്പ്സ് നോക്കാം. അക്കോമഡേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾ അത് ഓക്കെ, അത് മനസ്സിലായല്ലോ. അതേപോലെ തന്നെ VFSൽ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ക്രക്കോയിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ വാർസോയിലാണോ എന്ന് പറയുന്നത്. വാർസോയിൽ നിങ്ങൾക്ക് പോകേണ്ടത് ഇപ്പോൾ കാറ്റോയ്സിലോ അല്ലെങ്കിൽ ഇപ്പോൾ പോസ്നാനോ അല്ലെങ്കിൽ ഇപ്പോൾ ലോഡ്സ് എവിടേക്കെങ്കിലും ആവട്ടെ, അവിടേക്ക് പോണത് എങ്ങനെയാണോ ആ ഒരു ഡോക്യുമെൻറ്റും കൂടി വെച്ചാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ട്രാവൽ ബസ്സിനാണെങ്കിൽ അതിൻ്റെ എന്തായാലും നിങ്ങൾ റിസർവ് ചെയ്തല്ലേ പറ്റും. അപ്പോൾ ആ ഒരു സ്ലിപ്പ് കൂടി വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം വാർസോയിൽ സ്റ്റേ ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നുണ്ട്, അതിൻ്റെ ഒരു ഫ്രീ റിസർവേഷൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം അത് Booking.comൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ തെറ്റുകൾ ശരിയാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. കാരണം നിങ്ങൾ അത്രയും ജെന്യുവൻ ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് ഈ പറയുന്ന ഓഫീസർക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിസ അടിച്ച് തരാം. പിന്നെ എല്ലാവർക്കും വിസ കിട്ടും എന്നെനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എല്ലാ വർഷവും ഇഷ്ടം പോലെ ആൾക്കാർക്ക് റിജക്ഷൻ കിട്ടുന്നുണ്ട്. പരമമായ യാഥാർത്ഥ്യമായ സത്യമാണ്, നിങ്ങൾ മനസ്സിലാക്കാം. അത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബ്രേക്ക് ടൈം അരമണിക്കൂറുള്ളൂ. ഇനിയും ഞാനിവിടെ കുത്തിയിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ആഴ്ചത്തെ വീഡിയോ ഇവിടെ ചെറിയ രീതിയിൽ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ മെസ്സേജ് ചെയ്തിട്ട് കാര്യമില്ലെങ്കിൽ നോക്കാൻ സമയമില്ല. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കി ഫോളോ ചെയ്തിട്ട് അയച്ചാൽ ഞാൻ എന്തായാലും റിപ്ലൈ തന്നിരിക്കും. പക്ഷേ 1-2 ദിവസം കാലതാമസം എടുക്കും. കാരണം തിരക്കുകൾ അത്ര വരുത്താണ് ഇപ്പോൾ. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ എളിയ കുഞ്ഞി വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങളിവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു ഞായറാഴ്ചയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ കടകളൊന്നും തുറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ 98% നിങ്ങൾക്ക് പോകാൻ പറ്റിയ കട എന്ന് പറയുന്നത് ഷാബ്ക്കയാണ്. ഷാബ്ക്ക എന്ന് പറയാം, സാബ്ക്ക എന്നും പറയാം, എന്ത് തേങ്ങ വേണമെങ്കിലും പറയാം, നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം ഞായറാഴ്ച ആ ഒരു കട മാത്രം ഇവിടെ തുറക്കണം. അതല്ലാതെ കുഞ്ഞു കുഞ്ഞു കടകൾ അവിടെ ഇവിടെയൊക്കെ തുറന്നിട്ടുണ്ടാവും. ബട്ട് ജനറലായിട്ട് ഞാൻ പറയുകയാണ്. പിന്നെ അതല്ലാതെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ഇവിടെ ഷോപ്പിംഗ് ചെയ്യാൻ ഏറ്റവും കാശുറവുള്ള കട ഏതാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ബിദ്രോങ്കയാണ് ഏറ്റവും കാശുറവുള്ളത്. ബിദ്രോങ്കയിൽ വളരെ 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 കാശുറവാണ്. ഞാനായാലും ഷാബ്ക്കയിലൊക്കെ പോണതേ കണ്ടില്ല, ഈ കാണുന്ന പച്ച ഷാബ്ക്ക. അപ്പോൾ ശരി, ബൈ ബൈ.